ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിലുണ്ടായത് ഞെട്ടിക്കുന്ന കാർഷിക നഷ്ടമാണെന്ന കണക്ക് കൃഷിവകുപ്പ് പുറത്തുവിട്ടു. വകുപ്പ് തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ട് തന്നെ ഞെട്ടിക്കുന്നതാണ്. പ്രദേശത്തെ 310 ഹെക്ടറിൽ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ട്. 750-ലധികം കുടുംബങ്ങൾ പ്രദേശത്ത് കൃഷിയെ ആശ്രയിച്ചു മാത്രം ജീവിച്ചു വന്നവരാണ്. ഇവരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഉരുൾപൊട്ടലോടെ വഴിമുട്ടിയത്. വാസയോഗ്യമില്ലെന്ന് വിധിയെഴുതിയ പ്രദേശത്ത് ഇനി കൃഷി ഇറക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട് കർഷകർക്ക്. 6 ഹെക്ടറിൽ അധികം വനഭൂമിയാണ് ചെളിയിൽ പൊതിഞ്ഞുപോയത്. 50 ഹെക്ടർ ഏലം, 100 ഹെക്ടർ കാപ്പി എന്നീ കൃഷികളാണ് പ്രധാനമായും നശിച്ചത്. 700 ഹെക്ടർ കുരുമുളക്, 55 ഹെക്ടർ തേയില, തെങ്ങും കവുങ്ങും വാഴയും 10 ഏക്കർ വീതവും നശിച്ചു. ചൂരൽ മലയോട് ചേർന്നുള്ള അപൂർവ സസ്യജാലങ്ങളുള്ള മേഖല സമ്പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 7 പുതിയ സസ്യജാലങ്ങളെ കണ്ടെത്തിയ സ്ഥലമാണ് ഉരുൾപൊട്ടലിനോടൊപ്പം ഒലിച്ചുപോയത്. 2021 പക്ഷി സർവേയിൽ 166 ഇനം പക്ഷികളെ അടയാളപ്പെടുത്തിയിരുന്നു. 80 കാടുവെട്ട് യന്ത്രങ്ങൾ, 150 സ്പ്രെയർ, 750 കാർഷിക ഉപകരണങ്ങൾ, 200 പമ്പ് സെറ്റുകൾ, 150-ലധികം മറ്റുപകരണങ്ങൾ എന്നിവയും നശിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.